ഈജിപ്തിലേക്കുള്ള എൻ്റെ 3 ദിവസത്തെ യാത്ര പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അബുദാബിയിൽ നിന്ന് ഈജിപ്തിലെ സ്ഫിൻക്സ് എയർപോർട്ടിൽ എത്തി. ഞങ്ങൾ രണ്ടുപേരും യാത്രയ്ക്ക് മുമ്പ് ട്രാവൽ ഇൻഷുറൻസ് എടുത്തിരുന്നു. ഞാൻ എയർപോർട്ടിൽ ഒരു സിം വാങ്ങി. സ്ഫിൻക്സ് എയർപോർട്ടിൽ പെയ്ഡ് വിസ ഓൺ അറൈവൽ ഫീ $25.00. രജിസ്ട്രേഷൻ ഫീസിന് $8 അധികവും. അവർ കാർഡും പണവും സ്വീകരിക്കും. അറൈവൽ ഫോം പൂരിപ്പിക്കുന്നതിന് പേന കൊണ്ടുവരാൻ മറക്കരുത്. അറൈവൽ ഏരിയയിൽ ഞങ്ങളുടെ ഗൈഡ് അഹമ്മദ് സത്താൻ ഉണ്ട്. എല്ലാ എയർപോർട്ട് ട്രാൻസ്ഫറുകളും ഉൾപ്പെടെ 2 പേർക്ക് $270 2 ദിവസത്തെ കെയ്റോയ്ക്കും 1 ദിവസത്തെ അലക്സാൻഡ്രിയ ടൂറിനും ഞങ്ങൾ അവനുമായി കരാർ ഉണ്ടാക്കി. അദ്ദേഹം വളരെ സൗഹാർദ്ദപരവും ആകർഷകവുമായ വ്യക്തിയായിരുന്നു. ഈജിപ്തിലെ നിങ്ങളുടെ യാത്രകൾക്ക് ഞാൻ അദ്ദേഹത്തെ വളരെ ശുപാർശ ചെയ്യുന്നു. ഞങ്ങൾ സക്കാര പിരമിഡ് സമുച്ചയം, ഗിസ്, സ്ഫിൻക്സ് എന്നിവയുടെ വലിയ പിരമിഡുകൾ സന്ദർശിച്ചു. തഹ്രീർ സ്ക്വയറിലും തലാത്ത് ഹാർബിനും ചുറ്റും നടന്നു. കാലാവസ്ഥ തണുത്തതും സുഖകരവുമാണ്. ഞങ്ങൾ ആദ്യം പോകുന്നത് സഖാര നെക്രോപോളിസിലേക്കാണ്. ഈജിപ്തിലെ കെയ്റോയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സഖാര നെക്രോപോളിസ് പുരാതന ഈജിപ്ഷ്യൻ തലസ്ഥാനമായ മെംഫിസിന്റെ നെക്രോപോളിസായി പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ പുരാതന ശ്മശാനമാണ്. പുരാതന ഈജിപ്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും ഒരു നേർക്കാഴ്ച പ്രദാനം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു സൈറ്റുകളിൽ ഒന്നാണിത്. ഇത് ഒരു അവിസ്മരണീയമായ അനുഭവമാണ്.
ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായി ഒരു നല്ല റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഗിസ പിരമിഡുകളും സ്ഫിൻക്സും കണ്ടു. ഗിസ പിരമിഡ് സമുച്ചയം ശരിക്കും വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ്, കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. ഈജിപ്തിലെ കെയ്റോയ്ക്ക് പുറത്ത് നൈൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് ഗിസ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തിലെ ഏറ്റവും വലിയ 3 പിരമിഡുകളുടെ ആസ്ഥാനമാണ്. ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ്, ഖഫ്രയിലെ പിരമിഡ്, മെൻകൗർ പിരമിഡ്. ഏകദേശം 2500 ബിസി കാലഘട്ടത്തിൽ, പഴയ രാജ്യ കാലഘട്ടത്തിലെ 4ാമത്തെ രാജവംശത്തിന്റെ കാലത്ത് യഥാക്രമം ഖുഫു, ഖഫ്രെ, മെൻകൗറെ എന്നീ ഫറവോന്മാരുടെ ശവകുടീരങ്ങൾ എന്ന നിലയിലാണ് ഈ മഹത്തായ ഘടനകൾ നിർമ്മിച്ചത്. പിരമിഡ് ടൂറിന് ശേഷം ഞങ്ങൾ ഗിസയിലെ മോസസ് പിരമിഡ് വ്യൂ ഇൻ എന്ന ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഹോട്ടൽ ടെറസിൽ നിന്നുള്ള കാഴ്ച അതിശയകരവും മനോഹരവുമായിരുന്നു. ഈജിപ്തിലെ ഞങ്ങളുടെ ആദ്യ ദിനം ഇവിടെ അവസാനിക്കുന്നു.